ഈ വാർത്ത കൊള്ളാമല്ലോ. ATM-ൽ പണമെടുക്കാൻ ചെന്ന യുവാവിന് ഷോക്കേറ്റ്. അത് പിന്നെ അത് കറണ്ട് അക്കൗണ്ടാന്നേ, അതുകൊണ്ടല്ലേ അത് ഷോക്കേറ്റത്. നമുക്ക് സംശയിക്കാനൊന്നുമില്ല, കറണ്ട് അക്കൗണ്ട് ആണെ അത് ഷോക്ക് അടിക്കും. എന്റെ ഒരു പണിക്കാരനുണ്ട്, 10 മണി കഴിഞ്ഞു, ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനെ അങ്ങോട്ട് വരുമ്പോഴേ മുതലാളിയേന്നൊരു നീട്ടിയൊരു വിളിയുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വരുന്നുണ്ട്. തൂമ എന്നെ തല്ലിയ തൂമാടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. തൂമ എന്നെ തല്ലിയ തൂമാടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. നീ നല്ലതായിട്ട് പാടുമല്ലോ. അത് മുതലാളിക്ക് അറിയത്തില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ പാട്ട് മത്സരത്തിനൊക്കെ എനിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ആണോ? ഞാൻ സ്കൂളിൽ ഒരു പാട്ട് പാടി, എനിക്ക് കിട്ടിയത് TC കിട്ടുന്ന പാട്ട്. ഏത് പാട്ടാ പാടിയേ? ഞാന് എന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാനൊന്ന് പാടി. ഒരു നിമിഷം തരൂ നിന്നിലലിയാ. എന്നിട്ട് മുതലാളി അലിഞ്ഞോ? ഇല്ല, അവിടെ വീട്ടുകാര് എന്നെ പൊതിഞ്ഞു, എന്നിട്ട് ഞാൻ വലിഞ്ഞു. നീയേ എന്താ താമസിച്ചതോ? എന്റെ പൊന്നു മുതലാളി, ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ ഇറങ്ങി. പതിവില്ലാതെ കുളിയും കഴിഞ്ഞ് ഇറങ്ങിയോണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരം ഒരു ഫോൺ വന്നേക്കുവാ, ഭാര്യ പ്രസവിച്ച് നേരെ ആശുപത്രിയിലോട്ട് ചെല്ലാൻ. ഇത് കേട്ട പാടുള്ള തുണിയും ഭാര്യ ചുറ്റിക്കൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് അങ്ങ് ചെന്ന്. എനിക്കൊരു സംശയം, നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഞാനും ഓർത്ത് ദൈവം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഈ വീട്ടിൽ ഇങ്ങോട്ട് വന്ന, അതാ ഇത്രയും താമസിച്ചു പോയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വൈകിട്ട് ഇച്ചിരി പച്ചക്കപ്പ തിന്നു, അന്ന് മുതൽ വയറിന് പ്രശ്നം. പച്ചക്കപ്പ തിന്നാ പിന്നെ വയറിന് പ്രശ്നം ഉണ്ടാകാതിരിക്കോ? അല്ല ചേച്ചിമാരെ, നമ്മള് കപ്പയൊക്കെ വേവിച്ച് ഇറച്ചിയുടെ മീനും ചാറൊക്കെ കൂട്ടിയല്ല തിന്നുന്നത്. പച്ചക്കപ്പ ഇന്ന് അങ്ങനെ ഇരിക്കും. ഇനി മുതലുണ്ടല്ലോ അല്ല ചപ്പാത്തി മേടിച്ച് ഉണ്ടാക്കി തിന്നി. അയ്യോ, ഞാൻ 4-5 ദിവസമായിട്ട് ചപ്പാത്തി തന്നെയാ തിന്നുന്നത്. ഇപ്പൊ എന്റെ 3 കിലോ കുറഞ്ഞു ശരീരത്തിന്റെ ഭാരോ. ഗോതമ്പ് പൊടി. അയ്യോ, ഇത് ഞാൻ ആരോട് പറയാനാ? മുതലാളിക്ക് വന്നൊരു കാര്യം പറയാം. റോസ് നല്ലപോലെ വളഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിക്കോട്ടെ? അയ്യോ വേണ്ട, അയ്യോ വേണ്ട. എടാ, ഇവിടെ പണിക്ക് വരുന്ന റോസയ്ക്ക് നിന്നെ കഴിഞ്ഞും 10 വയസ്സ് കൂടുതലാ, നീ കെട്ടണ്ട. ആ റോസ ചേച്ചിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? എന്നതാ പറഞ്ഞത്? നമ്മള് കഴിഞ്ഞതിന് മുമ്പത്തെ മാസത്തിൽ ബഡി ചെയ്ത് വെച്ച റോസച്ചെടിയില്ലേ, അത് വളഞ്ഞു നിൽക്കുവാ. അതുപോലെ കമ്പും വെച്ച് ഞാൻ കെട്ടിക്കോട്ടെ എന്നാ ചോദിച്ചത്. നീ കെട്ടിച്ചു വാ. അവിടെ നിന്നേ. എന്നാ മുതലാളി നീ വന്നേ. എടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കറിയാം, പണിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയല്ലേ? അല്ല, നിന്നെ ഞാൻ പറഞ്ഞു വിടത്തില്ല. നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. കൺഗ്രാറ്റുലേഷൻ. ചെലവുണ്ട്. എടാ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ മുതലാളി ആ ഗിഫ്റ്റ്? മാല. മാല? വെറുതെ അല്ല നിങ്ങളെ ഭൂലോക മണ്ടർന്ന് നാട്ടുകാർ മൊത്തം വിളിക്കുന്നത്. സ്വർണത്തിന് ഇതുപോലെ വില കൂടി നിൽക്കുമ്പോ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് മാല മേടിച്ചു കൊടുക്കുവോ? ഇനി എന്നതാണ് മേടിക്കേണ്ടത്? ചേച്ചിക്ക് വല്ല സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? സ്കൂട്ടർ എവിടെയാ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നേ? ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആണോ? മണ്ടത്തപ്പോലെ മണ്ടത്തോരൊന്നും വിളിച്ചു പറയും. ഇല്ല, പറയല്ല. സാറേ, അവിടെ നിന്ന് നോക്കാതെ ഇങ്ങോട്ട് കയറി നോക്കിക്കോ. സാറേ, ഇഷ്ടം പോലെ ചെടികളുണ്ട്. സാർ അതെല്ലാം ഒന്ന് നോക്കിക്കേ. നോക്കാം. സാറേ, ഫ്രീ ഡെലിവറി ആണ് ഈ കുഞ്ഞാപ്പി ഗാർഡൻ നഴ്സറിയുടെ പ്രത്യേകത. സാർ നോക്കിയാൽ മതി. ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? നേരത്തെ പറയണോ? സാർ ഇപ്പൊ അല്ലേ ചെട്ടിയാണ് അറിയോ? എടാ, എന്റെ ഭാര്യയില്ലേ 6 പ്രസവിച്ചു. 6 ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നടത്തിയതേ. ഭയങ്കരമായിട്ട് പൈസ ചെലവായി. പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വാ. അല്ല, പിള്ളേരെ കൊണ്ടേ ചെടിയെ കൊണ്ടല്ലോ നമുക്ക് നോക്കിക്കൊണ്ട് പോകാമല്ലോ. സാറേ, ഇവൻ പറഞ്ഞ എന്നാന്നറിയോ? ഇവിടെ ഈ ചെടികൾ ഏതെടുത്താലും ഫ്രീ ഹോം ഡെലിവറി ആന്നാ പറഞ്ഞേ. അയ്യോ, ഡെലിവറി എന്ന് കേട്ടപ്പോ ഞാനൊക്കെ മറ്റേ ചിന്തിച്ചു പോയി. സാറ് നോക്കിക്കോണ്ട്, അവിടേക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട്. സാറിന് എന്നാ വെച്ചെന്നാ പറഞ്ഞാൽ മതി.